എല്ലാവരും കണ്ണ് നിറഞ്ഞൊക്കെയാണല്ലോ പുറത്ത് വരുന്നത്, അത്രയും അതെ അതെ, ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. അപ്പോൾ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, ഫീൽ ഗുഡാണോ അതോ ഫീൽ ഇമോഷണൽ ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടം. എന്താ പറയേണ്ടത്, ആന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ശരിക്കും പറയുന്നത് അമ്മ എന്നായിരുന്നു പേരുണ്ട്. ശരിക്കും അവസാനമൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്നു. അതുപോലെ നല്ലതായിരുന്നു കേട്ടോ, ഭയങ്കര ഇമോഷണലി നമുക്ക് ആസ് എ മദർ എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് തോന്നുന്നത്. സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ആന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ശരിക്കും പറയുന്നത് അമ്മ എന്നായിരുന്നു പേരുണ്ട്. ശരിക്കും ആ സിനിമ എന്ന് പറയുന്നത് അമ്മ എന്നാണ് നമ്മൾ പറയാം. ആ എന്നുള്ളൊരു പറയാൻ കണ്ടു കഴിയുന്നവർക്ക് ശരിക്കും അമ്മ എന്ന് ഫീൽ ചെയ്തില്ല. കാരണം ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം ഇപ്പോഴത്തെ ഒരു തലമുറ കാണിക്കുന്ന ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് ഏതൊരു പ്രായത്തിലുള്ളവർക്ക് വന്നാലും അത് കണ്ട് മനസ്സ് നിറച്ച് ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന സിനിമ. ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്, തീമും ഡിഫറെൻ്റ് ആണ്, ഇമോഷണലി ബോണ്ടിങ് ആണ്. എല്ലാവരും കണ്ണ് നിറഞ്ഞൊക്കെയാണല്ലോ പുറത്ത് വരുന്നത്, അത്രയും അതെ അതെ, ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു കണ്ടിട്ട്. സ്പെഷ്യലി ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് പോകുമ്പോഴേ രണ്ട് പട്ടികളവിടെ വരുന്ന അത് ഒരു സീനാണത് ബേസിക്കലി. പിന്നെ ഒരു കൊച്ചു കുട്ടീനെ ഉറക്കി കിടക്കുമ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ കൊണ്ടിരുന്നത് അതൊക്കെ കുറേ അവർ കഷ്ടപ്പാട്ട് കാണും അവിടെ എത്തിക്കാനായിട്ട്. തീം വൈസ് ഒരു ഇമോഷണലി നമ്മളൊന്ന് കണക്ട് ചെയ്യപ്പെട്ട രീതിയിലുള്ളൊരു പടമായിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, സബ്ജക്റ്റ് എങ്ങനെയാണ്. എന്തായാലും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അമ്മ, ഒരു അമ്മ മകൾ, ഒരു കുട്ടിക്ക് പാരൻറ്റിങ് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ളതും അച്ഛനമ്മമാർക്ക് കുട്ടികളെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവും. ഹൈലൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു പ്രകടനമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിനെക്കൊണ്ട് എങ്ങനെ അഭിനയിപ്പിച്ച സംവിധായകന് കയ്യടി, തോമസ് സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിന് കയ്യടി. നല്ല രസമുള്ള വർക്ക്, നിമിഷ് ക്യാമറയും കൊള്ളാം. എല്ലാം ആക്ടേഴ്സ് എവരിവൺ ഹാസ് ഡൺ ദിയർ റോൾ എസ്പെഷ്യലി വെൽ. നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡാണോ അതോ ഫീൽ ഇമോഷണൽ ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാട്ട്, അതും ലിറിക്സൊക്കെ നല്ലത്. സാധാരണ നമുക്കറിയാം ഇന്നത്തെ പാട്ടുകൾക്ക് ലിറിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ നല്ല ലിറിക്സ്, നല്ല മ്യൂസിക്, നല്ല സിനിമ. കാണുന്ന ആൾക്കാരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല രസമുള്ള മനസ്സിന് സമാധാനം തരുന്നൊരു മൂവിയാണെന്ന് പറയാൻ സാധിക്കും. അതിമനോഹരമായ ഒരു ഫിലിം, വളരെ സട്ടിലായ കാര്യങ്ങൾ വരെ ശരിക്കും സിനിമ സംവിധായകൻ്റെ ആണെന്നുള്ളത് ഉറപ്പിച്ച ഒരു ചിത്രമായിരുന്നു ഇത്. അതിൽ അഭിനേതാക്കളുടെ അഭിനയം നല്ലത് എന്നല്ല ഞാൻ പറയുന്നത്, അഭിനേതാക്കളെ കൊണ്ട് മാക്സിമം അവരുടെ അഭിനയ കഴിവ് പുറത്തെടുത്തത് സംവിധായകൻ്റെ തന്നെ. പിന്നെ എൻഡിങ് ഇങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സംവിധായകന് മാപ്പ് കൊടുക്കില്ല. മനോഹരമായ എൻഡിങ്, വിചാരിച്ചിരിക്കാത്ത ഒരു എൻഡിങ്. വളരെ ആ ചെറിയ കുഞ്ഞിനെ വരെ, അതിൻ്റെ കരച്ചിൽ വരെ ഞങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഇതിൻ്റെ 100% ക്രെഡിറ്റും സംവിധായകന് നൽകുന്നു. നല്ല ഒരു ഫീലൊക്കെ ഉണ്ട്. ഫാമിലിക്ക് പിടിക്കത്തുള്ളൂ, പക്ഷെ ഫാമിലീസ് കാണാം. നല്ല പടം. സിനിമ വളരെ ഭംഗിയായിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ തട്ടുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ സംവിധാനവും മികച്ച ഫോട്ടോഗ്രാഫി ആൻഡ് പാട്ടുകൾ അതിമനോഹരം. ആകെപ്പാടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ വളരെ ഹൃദയത്തിലേറ്റുന്ന ഒരു സിനിമയെന്ന് വേണം ഇത് പറയാൻ. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, ക്യാമറ, ഫോട്ടോഗ്രാഫിയൊക്കെ ഗംഭീരം. നല്ല കഥ. ഇതുവരെ അങ്ങനെ മലയാളത്തിൽ സ്ഥിരമായിട്ട് പറയാത്ത ഒരു പുതിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥ. നന്നായിട്ടുണ്ട് എല്ലാ നിലക്കും. ശരിക്കും അവസാനമൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു. മനോഹരമായൊരു കഥ. ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായിട്ടൊരു കഥ എഴുതി സംവിധാനം ചെയ്യാൻ കഴിയുമെന്ന്. ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത ഒരു പുതിയ അനുഭവമുണ്ട് ഈ സിനിമയിൽ. അത് എല്ലാവരുടെ അഭിനയം ഏറ്റവും മനോഹരമായിരുന്നു. അത് കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുടെ വരെ അഭിനയ തികവ് മനോഹരമാണ്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് മനസ്സ് കണ്ണുകൾ നിറഞ്ഞു പോകുന്ന പല രംഗങ്ങളും ഇതിലുണ്ട്. അതുപോലെ ഒരു
ഭാവനാസമ്പന്നമായിട്ടുള്ള ഇത് എഴുതാൻ കഴിഞ്ഞു, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു, ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് ഇതിൽ പാട്ടുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ പാട്ടുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നു, ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വിജയമാണ്. എന്തായാലും അമ്മ എന്നാണോ ആ എന്നാണോ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കഥ. വളരെ ഭംഗിയായിരുന്നു. എംഎൽഎമാർ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്നു. അതുപോലെ അതിനുപരിയായിട്ട് നല്ലൊരു കഥയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സങ്കടം തോന്നിയത്. സ്വാഭാവികമായിട്ടും ചുമ്മാ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ വളരെ നല്ല സിനിമ, നല്ല കഥ, വളരെ നല്ല കഥ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും എല്ലാ തരത്തിലും പ്രായത്തിലുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്.